സംസ്ഥാനത്ത് ചരക്ക് ലോറികൾ പണിമുടക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെള്ളിയാഴ്ചയാണ് 24 മണിക്കൂർ സമരം. ലോറികൾ കേരള അതിർത്തിയിൽ പ്രവേശിപ്പിക്കില്ല എന്നാണ് ഉടമകളുടെ സംഘടനകളുടെ നിലപാട്. ഓൺലൈൻ കേസുകൾ എടുത്ത് ലോറി ഉടമകളെ ദ്രോഹിക്കുന്നതായും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന ടാക്സ് ഈടാക്കുന്നതായും ഭാരവാഹികൾ ആരോപിച്ചു. ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടില്ലെങ്കിൽ പൂർണ്ണമായും ചരക്ക് നീക്കം സ്തംഭിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മൂന്നാർ ലാക്കാട് എസ്റ്റേറ്റിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. കാട്ടാനകൾ പ്രദേശത്ത് കൃഷിനാശം വരുത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ആനകളെ പ്രദേശത്ത് നിന്നും തുരത്താനുള്ള നടപടികളും ആരംഭിച്ചു. വേനൽക്കാലം ആരംഭിക്കുന്നതോടെ കാട്ടാനകൾ കൂടുതലായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി. കാട്ടാന ശല്യം വർദ്ധിച്ചതോടെ കുടുംബങ്ങളും ഭീതിയിലാണ്. ഇടുക്കി ജില്ലയിലെ കാറ്റാടിക്കവല പശുപ്പാറ 7-ാം നമ്പർ ലിങ്ക് റോഡ് നിർമ്മാണത്തിന് അനുവദിച്ച ഫണ്ട് മരവിപ്പിച്ച സർക്കാർ നടപടിക്കെതിരെ ഉപ്പുതറ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പശുപ്പാറയിൽ നടന്ന ധർണ DCC സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 15 വർഷത്തോളമായി തകർന്നു കിടക്കുന്ന റോഡ് നവീകരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ആരോപണം. ഇവിടെ ക്യാബിനറ്റ് കൂടിയെടുത്ത ഒരു തീരുമാനമാണ് ഫണ്ട് മരവിപ്പിക്കുവാൻ വേണ്ടി കാരണമായിട്ടുള്ളത് എന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ സൂചിപ്പിച്ചു. അങ്ങനെ ക്യാബിനറ്റ് കൂടിയെടുക്കുന്ന തീരുമാനം തിരുത്തുവാൻ സ്ഥലം MLA കൂടിയായ വാറൂർ സോമന് സാധിക്കത്തില്ലെങ്കിൽ വാറൂർ സോമൻ എന്ന പേര് മാറ്റി വാഴസോമനാക്കണമെന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. എല്ലാ ബുധനാഴ്ചയും ക്യാബിനറ്റ് കൂടി ചായ കുടിച്ച് പിരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ക്യാബിനറ്റ് കൂടുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. ആ ക്യാബിനറ്റിൽ ഇടുക്കിയിൽ നിന്ന് പ്രതികരിക്കുന്ന റോഷി അഗസ്റ്റിൻ ആ ക്യാബിനറ്റിൽ അംഗമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വാറൂർ സോമന് ഒരു ക്യാബിനറ്റ് കൂടി എടുക്കുന്ന തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പീരുമേടിൽ MLA